രാജശ്രീ ആദീസ് വേൾഡിൻ്റെ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനത് തയ്യാറാക്കുന്നത് പപ്പടത്തോരനാണ്. ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാൻ പറ്റിയ രുചികരമായ ഈ പപ്പടത്തോരൻ എങ്ങനെ തയ്യാറാക്കുന്നു എന്ന് കാണാം. പാൻ ചൂടായിട്ടുണ്ട്. 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില, 2 പച്ചമുളക് അരിഞ്ഞത്, 100 ഗ്രാം ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞതാണ്. ഇത്രയും ഇട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. കാൽ സ്പൂണിനും താഴെയുള്ള ഉപ്പിട്ട് കൊടുക്കാം. പപ്പടത്തിൽ ഉപ്പുള്ളത് കൊണ്ട് കുറച്ച് ഉപ്പിട്ടാൽ മതി. നല്ല ബ്രൗൺ നിറമാകുന്നിട്ടുണ്ട്. ഇനി പൊടികൾ ചേർക്കാം. ഒരു ലേശം മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ മുളക് പൊടി, പിരിയൻ മുളക് പൊടിയാണ്. പൊടിയുടെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി നല്ല മുരിഞ്ഞ് വരണം. 10 പപ്പടം ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് പൊടിച്ച് ഈ ഉള്ളിയിലേക്ക് ചേർക്കണം. പപ്പടം ഇട്ട് കൊടുക്കാം. നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്യണം. ഉള്ളിയും പപ്പടവും നന്നായി ഒന്ന് മിക്സായി വരണം. തേങ്ങ അരച്ചിടുന്ന പപ്പടത്തോരനും ഉണ്ടാക്കാം. ഇത് തേങ്ങ അരയ്ക്കാതെ ഉള്ളി മൂപ്പിച്ചിടുന്ന പപ്പടത്തോരന് കുറച്ചുകൂടി ടേസ്റ്റാണ്. അങ്ങനെ രുചികരമായ പപ്പടത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. എങ്കിലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.